Hi friends, welcome you all to a new vlog of Travel and Eat with Arju. അപ്പോൾ ഇപ്പോൾ ഉള്ളത് തിരുവണ്ണാമലയിലാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് തിരുവണ്ണാമലയിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, കാണുക. നല്ലൊരു വീഡിയോ ആണ്. അതിൽ വന്നിട്ട് നമ്മുടെ ഒരു ഗീവ് അവേ ഓഫറും ആ വീഡിയോയിലുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ തിരുവണ്ണാമലൈ ക്ഷേത്രത്തിലേക്ക് പോവാണ്. തിരുവണ്ണാമലൈ അണ്ണാമലയാർ ക്ഷേത്രം അഥവാ അരുണാചലേശ്വര ക്ഷേത്രം, ശിവഭഗവാനാണ്. അപ്പം നമ്മളിപ്പോൾ താമസിക്കുന്നത് തിരുവണ്ണാമലൈ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ബാംഗ്ലൂർ ഹൈവേയിൽ ഉള്ള സ്റ്റെർലിങ്ങിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന കാഴ്ചകളുമായിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു ടെമ്പിൾ വ്ളോഗ് മാത്രമല്ല കേട്ടോ, അങ്ങനെ വിചാരിച്ച ആരും സ്കിപ്പ് ചെയ്യല്ലേ. ഇപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോളേ പുറത്ത് നല്ലൊരു വ്യൂ ആണ്. ദൂരെ ഒരു മലനിരകൾ കാണാനുണ്ട്, നല്ല തെളിഞ്ഞ ആകാശം, മൊത്തത്തിലൊരു നല്ലൊരു ഈവനിങ്. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തുനിന്ന് നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു ഗാർഡൻ വ്യൂ. അതിന് തൊട്ടപ്പുറത്ത് തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഇന്നെന്തായാലും പോകാൻ പറ്റില്ല, നാളെ രാവിലെ പറ്റിയൊന്ന് പോകണം, കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. ഇവിടെ കൊന്നപ്പൂക്കളൊക്കെ കാണാനുണ്ട്. 2011 തോന്നുന്നുണ്ട്, വിഷുവിൻ്റെ തലേദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയും നല്ല രീതിയിൽ കൊന്നപ്പൂ കച്ചവടം നടത്തി, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി, പോക്കറ്റ് മണി. അതാണ് എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്ന്. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസമായി, ഇപ്പോഴും കൊന്നപ്പൂ നല്ല അടിപൊളിയായിട്ട് ഇവിടെ പൂത്തിക്കുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിലെ കുറച്ച് കാഴ്ചകൾ, നല്ല മ്യൂസിക്കൊക്കെ ചേർത്തിട്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. തിരുവണ്ണാമലൈ ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചർ വർക്കാണ് നമ്മുടെ റിസോർട്ടിൻ്റെ റിസപ്ഷനിൽ വെച്ചിരിക്കുന്നത്. നല്ലൊരു വർക്കാണല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഞാൻ, ജയ്സാറ്, ബീന മാം, ബാലൊക്കെ കൂടിയിട്ടേ അമ്പലത്തിലേക്ക്. അപ്പോൾ കാർ എടുക്കാണ്ട് ഓട്ടോയിൽ പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് നമുക്ക് വലിയ ഉറപ്പില്ല. പിന്നെ കുറച്ച് നാരോ റോഡ്സിലൂടെയൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് ഓട്ടോ പോകുന്നത് തന്നെ നല്ലത്. അങ്ങനെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിൽ എത്തിയിരിക്കുന്നുണ്ട്. മഹാദേവൻ അഥവാ ശിവഭഗവാൻ സ്വയം ഒരു അഗ്നിമലയായിട്ട് മാറി ഭൂമിയിലേക്ക് വെളിച്ചം പകർന്നു. അങ്ങനെ പ്രകൃതിയും ഈശ്വരനും ഒന്നായി മാറുന്ന ഒരു അപൂർവമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രമാണ് ഇവിടുത്തെ തിരുവണ്ണാമലയിലുള്ള അരുണാചലേശ്വര ക്ഷേത്രം. മറ്റ് 4 ക്ഷേത്രങ്ങൾ ഇവയാണ്. ജലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് തിരുവാണൈക്കാവലിലുള്ള ജംബുകേശ്വര ക്ഷേത്രം. ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നത് കാഞ്ചീപുരത്തുള്ള ഏകാംബരേശ്വര ക്ഷേത്രമാണ്. ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ചിദംബരത്തുള്ള തില്ലൈ നടരാജ ക്ഷേത്രം. വായുവിനെ പ്രതിനിധാനം ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ കാളഹസ്തിയിലുള്ള കാളഹസ്തി ക്ഷേത്രം. ഇതിൽ കാളഹസ്തിയും ചിദംബരം ക്ഷേത്രത്തെക്കുറിച്ച് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, കാണാൻ താല്പര്യമുള്ളവർ കാണണേ. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം എങ്ങനെയാണ്? പാർവതി ദേവി കൈലാസത്തിൽ വെച്ചിട്ട് ശിവഭഗവാന്റെ കണ്ണുകൾ തമാശ രൂപേണ കുറച്ചു നേരം അടച്ചു. ദേവന്മാർക്ക് ഇത് ഒരു നിമിഷത്തേക്കാണെങ്കിലും ഭൂമിക്ക് ഇരുട്ടിലേക്ക് ആഴ്ത്തിയത് യുഗങ്ങളോളമാണ്. ഇതിന് പ്രായശ്ചിത്തമായിട്ട് ശിവഭഗവാൻ പാർവതി ദേവിയോട് തപസ് അനുഷ്ഠിക്കാൻ പറഞ്ഞു. അപ്പോൾ പാർവതി ദേവി കമ്പ നദിക്കരയിൽ തപസ് അനുഷ്ഠിച്ചു. ഒടുവിൽ ശിവഭഗവാൻ ഒരു തീജ്വാലയായി അരുണാചലേശ്വര പർവ്വതത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു, ഭൂമിക്ക് വെളിച്ചം പകർന്നു. അതിനുശേഷം പാർവതി ദേവിയോടൊപ്പം അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടെന്നും അവിടെ കുടികൊണ്ടെന്നുമാണ് സങ്കല്പം. അപ്പം അതുകൊണ്ട് തന്നെ തിരുവണ്ണാമലൈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ക്ഷേത്രം മാത്രമല്ല, അരുണാചലേശ്വര പർവ്വതവും ഗിരിവലവും
അഷ്ടലിംഗങ്ങളും രമണ മഹർഷിയും ഒരുപാട് സിദ്ധന്മാരും ഒക്കെ ചേർന്നിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ നന്ദി ശില്പമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല. അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് തൊഴുതിട്ട് വേഗം വരാം. ഫ്രണ്ട്സ്, അപ്പം അങ്ങനെ നല്ലൊരു ദർശനം തിരുവണ്ണാമലൈ ക്ഷേത്രത്തിൽ ലഭിച്ചു. നല്ല തിരക്കുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ദർശനം നല്ലതായിട്ട് കിട്ടി. ഇനിയിപ്പോൾ പ്രസാദം വാങ്ങണം, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച പ്രസാദമാണ് സക്കര പൊങ്കലും അതുപോലെ തന്നെ പുളിയോദരയൊക്കെ. എനിക്ക് വളരെ ഇഷ്ടമാട്ടോ ഈ സക്കര പൊങ്കൽ. തമിഴ്നാട് ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കും, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഗോപുരത്തിന് മുന്നിലായിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. ആക്ച്വലി ഞാനിപ്പോൾ വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫോട്ടോസ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഫോട്ടോസൊക്കെ ഇരിക്കട്ടെ. പോവാട്ടോ, സമയം ഇപ്പോൾ ഏതാണ്ട് 8 മണിയായി. അപ്പോൾ നമ്മൾ നല്ലൊരു ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകണം. ഹോട്ടൽ ആനന്ദരമണ, അവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് വരാം. ഞാനിന്നൊരു പനീർ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്ത്. ഉള്ള കാര്യം പറയണമല്ലോ, ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ച ഫ്രൈഡ് റൈസുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ചുമ്മാ തള്ളുന്നതല്ല കേട്ടോ, കാര്യമായിട്ട്. പിന്നെ ഒരു ലൈമും കുടിച്ചിട്ട് നമ്മളൊരു ഓട്ടോയിൽ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ നടക്കുന്ന കണ്ട്. ഇവർ വെറുതെ നടക്കുകയല്ല കേട്ടോ, ഗിരിവലമാണ്. അതായത് ഈ അരുണാചലേശ്വര ക്ഷേത്രത്തിന് മുകളിലൊരു മലയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏകദേശം 2680 അടി ഉയരമുള്ള ഈ മല 260 കോടി വർഷങ്ങൾ പഴക്കമുള്ളതാണ്. 4 യുഗങ്ങളിലും ഈ മല നിലനിന്നിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹം ലഭിക്കാനായിട്ട് ഈ ഒരു മലയ്ക്ക് ചുറ്റും അടിവാരത്തിലൂടെ 14 കിലോമീറ്ററോളം ആളുകൾ നടക്കും. ഏതാണ്ട് 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ എടുക്കും. ഈ ഒരു പാതയെ ഗിരിവലപാത എന്ന് പറയും. തിരുവണ്ണാമലയിൽ പൊതുവെ പൗർണമി നാളിലൊക്കെ ഒരുപാട് ആളുകൾ ദൂരദേശങ്ങളിൽ നിന്നും ഗിരിവലത്തിന് മാത്രമായിട്ട് വരുന്നുണ്ട്. തിരുവണ്ണാമലയിലെ ഗിരിവലപാതയിൽ 8 ക്ഷേത്രങ്ങളുണ്ട്. ഇവയെ അഷ്ടലിംഗ ക്ഷേത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നു. രമണ മഹർഷി ഉൾപ്പെടെ ഒരുപാട് സന്യാസി വര്യന്മാരുടെ ആശ്രമങ്ങളും സമാധി സ്ഥലങ്ങളും നമുക്ക് ഈ ഒരു ഗിരിവലപാതയിൽ ചുറ്റും കാണാൻ സാധിക്കും. അപ്പോൾ പകൽ സമയങ്ങളിലാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഈ ഒരു ആശ്രമങ്ങളും കാണാൻ ശ്രമിക്കുക. ഒരുപാട് സിദ്ധന്മാർ ഇന്നും ഈ അടിവാരത്ത് താമസിക്കുന്നുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. തിരുവണ്ണാമലൈ അണ്ണാമലയാരുടെ നല്ലൊരു ദർശനം നമുക്ക് ലഭിച്ചു. നന്നായി തൊഴാൻ പറ്റി. നല്ല തിരക്കാട്ടോ, കാരണം വീക്കെൻഡാണ്. ഒരുപാട് പേര് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. തെലുങ്കും കന്നഡയൊക്കെ പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ കുറച്ച് കുറവാണ് തോന്നുന്നു. പിന്നെ ഗിരിവല പോകുന്ന ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ ചുറ്റും നടക്കും. 14 കിലോമീറ്റർ ഉണ്ട്. അത് ഒരു പൗർണമി ദിവസങ്ങളിൽ, എല്ലാ മാസവും പൗർണമിയിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് ഗിരിവലത്തിന് വേണ്ടി മാത്രമായിട്ട് വരുന്നുണ്ട്. അത് വളരെ പ്രാധാന്യമാണ് ഇവിടെ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരുപാട് ടൈലേഴ്സ് ഇരുന്നിട്ട് ഇങ്ങനെ തുണിയൊക്കെ തുന്നുന്ന ഒരു കാഴ്ചയാണ് കാണുന്ന. ഒരു ഫോട്ടോ എൻ്റെ ബെഡിന് പുറകിലായിട്ട്. അപ്പോൾ എന്താണ് സംഭവം എന്നറിയില്ല, എന്തായാലും പിക്ചർ കൊള്ളാം. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്. ഞാൻ ഉറങ്ങാൻ പോട്ടെ കേട്ടോ, നാളെ രാവിലെ കാണാം. ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റുള്ളൂ, 9 മണിയായി. പതിവ് പോലെ തന്നെ ലേറ്റായി. അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂള് അവിടെ ഉണ്ട്. വെറുതെ നോക്കി നിൽക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ, കാരണം നമുക്ക് ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും പോകണം. ഇനിയിപ്പോൾ സമയമില്ല സ്വിമ്മിംഗ് പൂളിൽ പോകാൻ. എന്താ ചെയ്യുക? ഇന്നലെ മാച്ച് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് കണ്ടിട്ട് ലേറ്റായി, അങ്ങനെ ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് അതെങ്കിലും മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സമയം ഒരു 9:30 9:45 അവർ ക്ലോസ് ചെയ്യും. അതിനുള്ളിൽ പോയിട്ട് ഒരു കട്ടണം. എന്തൊക്കെയുള്ളത് നോക്കട്ടെ. ടെമ്പിൾ വ്ളോഗിൻ്റെ ടൈം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഫുഡ് വ്ളോഗിലേക്ക് കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഒരു തണ്ണിമത്തൻ ജ്യൂസ് ഒന്ന് തുടങ്ങി. എൻ്റെ ഫസ്റ്റ് പ്ലേറ്റ് ഇഡ്ഡലിയും പൊങ്കലും വടയും ചട്നിയും സാമ്പാറൊക്കെ ചേർത്തിട്ട്. എൻ്റെ സെക്കൻഡ് പ്ലേറ്റ് നല്ല നെയ് റോസ്റ്റ്. എൻ്റെ തേർഡ് പ്ലേറ്റ് ഒരു സിംഗിൾ പൂരി, സിംഗിൾ മാത്രം കേട്ടോ. പിന്നെ ഫൈനലി ഒരു നല്ല കോഫി. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറോളം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൽ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നേരെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഒന്ന് വരികയായി. വെറുതെ എന്തിനാ, നമുക്കൊരു കുറ്റബോധം മനസ്സില്ല സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്തില്ല എന്ന്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചെയ്തിട്ട് പോവാന്ന്.
അല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെ തിരുവണ്ണാമലയിലേക്ക് എത്തുക എന്നൊരു സംശയം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും. അത് പറഞ്ഞാലേ വീഡിയോ പൂർണ്ണമാവുള്ളൂ. അപ്പോഴേ തിരുവണ്ണാമലയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പക്ഷേ കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിനുകളൊന്നും ഈ റൂട്ടിലല്ല വരിക. ചെന്നൈയിൽ നിന്ന് തിരുവണ്ണാമലയിലേക്ക് ട്രെയിനിൽ വേണമെങ്കിൽ വരാം, 200 കിലോമീറ്റർ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഓൾമോസ്റ്റ് സെയിം ഡിസ്റ്റൻസ്, പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ റൂട്ടില്ല, വയ റോഡായിരിക്കും നല്ലത്. കേരളത്തിൽ നിന്ന് ട്രെയിനിൽ വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് വിഴുപ്പുരമാണ്. വിഴുപ്പുരം ടു തിരുവണ്ണാമല 60 കിലോമീറ്റർ, കാട്ട്പാടി ആണെങ്കിൽ 90 കിലോമീറ്റർ, പോണ്ടിച്ചേരി ആണെങ്കിൽ 87 കിലോമീറ്റർ. വയ ഫ്ലൈറ്റ് ആണെങ്കിൽ പോണ്ടിച്ചേരി എയർപോർട്ടാണ് 87 കിലോമീറ്റർ, പക്ഷേ ഫ്ലൈറ്റ്സ് കുറവാണ് അങ്ങോട്ട്. അതുകൊണ്ട് ചെന്നൈ എയർപോർട്ടായിരിക്കും 200 കിലോമീറ്റർ. ഇതെൻ്റെ ഫസ്റ്റ് തിരുവണ്ണാമല വിസിറ്റ് 2019 ഉണ്ടപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. എനിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അല്ലേ ഫ്രണ്ട്സ്? അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നല്ല ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിലും പോയി. സ്വിമ്മിംഗ് പൂളിൽ പോകാൻ പറ്റില്ല എന്നാണ് ആദ്യം വിചാരിച്ച്. പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്. ഇവിടുത്തെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ അപ്പുറത്തൊരു സ്ഥലത്ത് നമുക്കൊരു വെഡ്ഡിങ്, ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മൾ ചെന്നൈയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ആ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഈ ഒരു വീഡിയോ തിരുവണ്ണാമല ക്ഷേത്രവും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു സ്റ്റെർലിംഗ് അരുണാനന്ദൈ ഇതിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എന്തൊക്കെ മേഖലകളിലാണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ അതിനനുസരിച്ച് വീഡിയോ മെച്ചപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ ഈ വീഡിയോന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് വരാം. അതുവരെയും ബൈ ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.